ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു സൂപ്പർ ടിപ്സാണ് കേട്ടോ. നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസ് അല്ലേ പത്തിരി. ആ പത്തിരി നമ്മൾ പരത്തി പൊടി തട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് കുറേ സമയം എടുക്കും. അതുപോലെ തന്നെ ഈ പത്തിരിയൊക്കെ പരത്തുന്ന സമയത്ത് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ബോൾസൊക്കെ ആക്കിയതിന് ശേഷം മക്കളൊക്കെ ഏൽപ്പിക്കില്ലേ. അപ്പോൾ അവർക്കും പൊടി കൊട്ടാനൊക്കെ ഒരുപാട് റിസ്ക്കാണ്. ഇങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊടി കൊട്ടുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അപ്പോൾ അതിനിതാ ഇതുപോലെ ഒരു കിഴി വെച്ചിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയാം. ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം എങ്ങനെ എന്താ ഏതാന്നുള്ളതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഫുൾ വാച്ച് ചെയ്യുക. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളിയായിട്ടുള്ള നമുക്കും അതുപോലെ തന്നെ മക്കൾക്കൊക്കെ നല്ല യൂസ് ആയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് എത്ര പത്തിരി വേണമെങ്കിലും പൊടി കൊട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടാലോ? ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ പിന്നെ ഈ ഒരു ബൗളിന് 2.5 ബൗള് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള അളവിലെടുക്കുക കേട്ടോ. ഇതാ ഈ ഒരു പിന്നെ ചെറിയൊരു പാത്രത്തിന് ഫുള്ളായിട്ടുണ്ട് ഇട്ടത്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് എടുക്കുന്നത്. ഈ ഒരു പാത്രത്തിന് ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് കേട്ടോ എടുക്കുക. നിങ്ങൾക്കറിയാം പൊടി വാട്ടുന്നതിനുള്ള അളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു ഇത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ വെള്ളമൊക്കെ ആദ്യമേ പിന്നെ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മൾ ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ പിന്നെ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ പൊടിയില്ലേ, ആ പൊടി ഈ വെള്ളത്തിലേക്കിട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പൊടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം പൊടിയൊക്കെ നല്ലതുപോലെ വെന്ത് റെഡിയായി കിട്ടാനാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ ഞാനിന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പൊടി പിന്നെ കുഴച്ചെടുക്കേണ്ട ആ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നത്. ഞാനിങ്ങനെ ഈ ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കാറ്. ചിലർ പിന്നെ നല്ല കുണ്ടുള്ള പാത്രത്തിലൊക്കെ വെച്ചിട്ടാണ് കുഴക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കിതാണ് സ്യൂട്ടാകുന്നത്. അപ്പോൾ നിങ്ങളെ ചോയ്സിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കുക കേട്ടോ. അത്യാവശ്യം കൈ പൊള്ളാത്ത രീതിയിലുള്ള ആ ഒരു ചൂടിൽ തന്നെ കുഴച്ചെടുക്കുമ്പോഴാണ് കേട്ടോ പത്തിരിക്ക് നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടുക. അപ്പോൾ മാക്സിമം അങ്ങനെ ഒന്ന് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതാ ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ ഒന്ന് വെള്ളത്തിൽ പിന്നെ നനച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലൊക്കെ നല്ലതുപോലെ ഒന്ന് പൊടി കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. അങ്ങനെ ഇതാ പൊടിയൊക്കെ നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടിട്ടില്ലേ? ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി പത്തിരി പരത്തിയെടുക്കാനുള്ള ഒരു ബോൾസില്ലേ, ആ ബോൾസാക്കി എടുക്കാം കേട്ടോ.
അങ്ങനെ തന്നെ നമ്മൾ പത്തിരി പരത്താനുള്ള നല്ല കുഞ്ഞു കുഞ്ഞു ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആ ടിപ്സ് ഇല്ലേ അതെന്താണെന്ന് നോക്കിയാലോ. ഇതാ നമ്മൾ പത്തിരിക്ക് പിന്നെ പൊടി തട്ടാനുള്ള ഒരു സൂപ്പർ ടിപ്സാണ് കേട്ടോ ഇത്. കാരണം ഇതുപോലെ നല്ലൊരു നൈസായിട്ടുള്ള തുണി വേണം എടുക്കാൻ. കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉള്ള തുണി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ആ ഒരു ടൈപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും നൈസായിട്ടുള്ള ഒരു തുണി എടുത്തത് കേട്ടോ. എന്നിട്ട് ഇതാ ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിന് മേലെ ഇതൊന്ന് പിന്നെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊടി പിന്നെ നമുക്കൊരു കിഴി കെട്ടുന്ന രീതിയിലാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഒരു കിഴി പോലെ ഇത് മാറ്റിയെടുക്കുക. നല്ലതുപോലെ ഇവിടെ പിന്നെ പൊടിയൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഇതാക്കി എടുത്തിട്ട് ഇത് കെട്ടി നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു കിഴിയാക്കി റെഡിയാക്കി എടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കുക. മാക്സിമം നിങ്ങൾ നല്ല നൈസായിട്ടുള്ള ചെറിയ ചെറിയ ഹോൾസ് ഉള്ളത് പിന്നെ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തോർത്തൊക്കെ ഇല്ലേ നല്ല ഫ്രഷ് ആയിട്ടുള്ള തോർത്ത് അങ്ങനത്തതൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഈ പൊടി തട്ടുന്ന സമയത്ത് പൊടി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പത്തിരിൻ്റെ മേലേക്ക് വരണ്ടേ. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഇത് എടുക്കാൻ. ഇത് ഞാനെടുത്തത് നല്ല നൈസായിട്ടുള്ളതാണ്, പക്ഷേ അത്ര ഹോൾസ് ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടി വരുന്നില്ല എന്ന് കണ്ടാൽ ഇങ്ങനെ ബൗളിലേക്ക് കുറച്ച് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കിഴി ആ ഒരു പൊടിയിൽ ഇങ്ങനെ കുത്തിയിട്ട് നമ്മൾ പരത്തുന്ന പത്തിരിൻ്റെ മേലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കൈകൊണ്ട് പത്തിരി പരത്തിയതിന് ശേഷം കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊട്ടുന്നതിന് പകരമാണിത് കേട്ടോ. അപ്പോൾ ഈ ഒരു കിഴി ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ മക്കളൊക്കെ ഇങ്ങനെ പത്തിരി പരത്തി പൊടി തട്ടാനൊക്കെ ഏൽപ്പിച്ചിട്ടാണെങ്കിൽ അവർ നല്ല ഈസി ആയിട്ട് ചെയ്തോളും. കാരണം അവർ കയ്യിലിട്ട് പത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുന്ന സമയത്ത് പത്തിരിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു പ്രസ്സിൽ ഇങ്ങനെ പത്തിരി നമ്മൾ ബോൾസ് ആക്കി വെച്ചില്ല, ആ ബോൾസ് ഓരോന്നെടുത്ത് പത്തിരി പരത്തുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിന് മേലെ നമ്മൾ ഈ കിഴി കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതിന് പൊടി അധികം വരുന്നില്ല എന്ന് കണ്ടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഒരു കുഞ്ഞ് കത്തി വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ആക്കി കൊടുക്കുക കേട്ടോ. കാരണം ഇതിന് ഈ തുണിക്ക് അത്ര ഹോൾസ് ഇല്ലല്ലോ. അപ്പോൾ പൊടി വരുന്നത് പിന്നെ കുറച്ച് കുറവാകുമ്പോൾ പത്തിരികൾ തമ്മിൽ ഒട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ സൂപ്പറാണ്. പിന്നെ പത്തിരി ഇങ്ങനെ കുറേ നേരം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കൊട്ടിയാണ്ട് ഇടുന്നതിനെക്കാട്ടിലും ഏറ്റവും എളുപ്പമായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് എത്ര പത്തിരി വേണമെങ്കിലും നമുക്കിതുപോലെ പൊടി തട്ടിയെടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അവരെ കയ്യിൽ ഇങ്ങനെ പൊടിയാവുന്നില്ല. ഈ ഒരു കിഴി ഇങ്ങനെ പിന്നെ ഓരോ പത്തിരി ഇട്ട് കൊടുക്കുന്നതിന് അനുസരിച്ച് നമ്മൾ ഈ കിഴി കൊണ്ട് ഇങ്ങനെ പൊടി തട്ടി കൊടുത്താൽ മതി. കണ്ടില്ലേ, പത്തിരിയൊക്കെ നല്ല ഒട്ടാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കിഴി സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിഴി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട് കേട്ടോ. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുള്ളൂ. കാരണം കൈയൊക്കെ എപ്പോഴും ഇങ്ങനെ പൊടി ഇങ്ങനെ ആവാതിരിക്കാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ മക്കളെ ഈ ഒരു പത്തിരി പരത്താൻ ഏൽപ്പിച്ചാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലെ പിന്നെ ഈ ഒരു ടിപ്സൊക്കെ കണ്ട് അവരും ഇതുപോലൊക്കെ ഒന്ന് പത്തിരി പരത്തിയെടുക്കാനും പൊടി തട്ടിയെടുക്കാനൊക്കെ അവർക്കൊരു യൂസ് ആവുമല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ പൊടിയൊക്കെ തട്ടി വെച്ച നമ്മളെ പത്തിരിയില്ലേ അതൊക്കെ നമ്മൾ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പിന്നെ പത്തിരിയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ ഇതുപോലെ പൊടിയിൽ ഇങ്ങനെ ഇട്ട് കൊട്ടുമ്പോൾ നമുക്ക് ഒരുപാട് പൊടി ആവുന്നത് പോലെ തോന്നും പത്തിരിയിൽ. പക്ഷേ ഇതൊന്നും അങ്ങനെയൊന്നും ആവുന്നില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ആ കിഴിയിൽ നല്ലോണം പൊടി വരുന്നില്ല എന്ന് കണ്ടാൽ കുഞ്ഞു കുഞ്ഞു ഹോൾസ് കത്തിയോണ്ട് ആക്കി കൊടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഇതിങ്ങനെ കൊട്ടുന്ന സമയത്ത് അധികം പൊടി വരുന്നില്ല, കാരണം പത്തിരി പിന്നെ തമ്മിൽ ഒട്ടുമല്ലോ. അപ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബൗളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ കിഴി കൊണ്ട് ആ പൊടിയിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പത്തിരിമേൽ ഇങ്ങനെ പിന്നെ ആക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കുക. മാക്സിമം ഇത് നല്ല യൂസാണ്. പിന്നെ ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്താൽ തന്നെ മനസ്സിലാവും. പിന്നെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് സമയം പൊടി ഇങ്ങനെ കൊട്ടേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പം ആ ഒരു ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പത്തിരി പൊടി തട്ടാനുള്ള പുതിയ ഒരു കിഴി സൂത്രമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.